ഈ സംസ്ഥാനത്തുടനീളമുള്ള ജനങ്ങൾക്ക് അറിയേണ്ടത് NH-66 പണി എപ്പോൾ പൂർത്തിയാകും, നമുക്കതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ്. ഏറെക്കുറെ 90% മുകളിൽ കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കഴിഞ്ഞതിനനുസരിച്ച് തുറന്നു കൊടുക്കണമെന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് അഭിപ്രായം പൊതുവെ ശ്രീ നിതിൻ ഗഡ്കരി അത് സ്വീകരിച്ചു, തുറന്നു കൊടുക്കുന്നുണ്ട്. വേഗത്തിലാകും. ഇപ്പോൾ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് അദ്ദേഹം തന്നെ പങ്കെടുത്ത് എല്ലാ കരാറുകാരെയും വിളിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഞങ്ങളോടും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പങ്കെടുത്തുകൊണ്ട് നടത്തി. പൂർത്തീകരിക്കുന്നത് മുഴുവൻ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മുഴുവനും നമുക്ക് ജനുവരിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റും. ആ നിലയിൽ ഇടപെടുമെന്നുള്ളത്. NH-66 മുഴുവനായി സംസ്ഥാനത്ത് മുഴുവനായി ജനുവരി പരമാവധി ഇപ്പം തന്നെ 450 കിലോമീറ്ററിന് മുകളിലായി കഴിഞ്ഞു. അത് എന്തായാലും ഇതേപോലെ പോവുകയാണെങ്കിൽ മാക്സിമം നമുക്ക് പൂർത്തീകരിക്കാനാവും. നമ്മുടെ ഇപ്പോൾ ജില്ലയിൽ തന്നെ വെങ്ങളം സ്ട്രെച്ചൊക്കെ വളരെ ഡിലേഡ് ആണല്ലോ. തന്നെ പങ്കെടുത്തു. ആ 10-40 കിലോമീറ്ററിന് 10 കിലോമീറ്റർ എന്ന നിലയിൽ 4ആയി തരംതിരിച്ച് ആ 10 കിലോമീറ്ററിന് വിവിധ ഭാഗങ്ങളെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന ഗുണകരമാണ്. ഇപ്പോൾ വടകര തന്നെ ജീവനക്കാരുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞു, കൂട്ടി. എവിടെയൊക്കെ വേണമെന്ന് പറഞ്ഞു, കൂട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വേഗത്തിൽ പോകുന്നുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസ് ഇപ്പം അടുത്ത് നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. കൊയിലാണ്ടി ബൈപ്പാസ് വടകര ടൗണിലെ പ്രശ്നമാണ് അതിൽ കുറച്ച് രൂക്ഷമായിട്ടുള്ളത്. മറ്റ് 10 കിലോമീറ്ററായി തിരിച്ച സെക്ടറും വേഗത്തിൽ തീർക്കാനാവും. അത് നിതിൻ ഗഡ്കരി ജി തന്നെ പറഞ്ഞു. മറ്റേതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാതൃകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ പോസിറ്റീവാണ്. കരാർ കമ്പനികൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കരാർ കമ്പനികളുടെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്. അത് കർക്കശമായ നിലപാട് സ്വീകരിക്കണമെന്ന് പൊതുവെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർക്കശ നിലപാട് സ്വീകരിക്കും. ഒരു കോംപ്രമൈസും ചെയ്യരുത്. പ്രതിസന്ധി നേരിടുന്നത് പല സ്ഥലങ്ങളിൽ സർവീസ് റോഡുകളുടെ മോശം അതിനെന്താണ് ചെയ്യുക? അതിപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ട അത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണാൻ പറഞ്ഞു. ഇപ്പോൾ പനാത്താഴം വിഷയം പരിഹരിച്ചല്ലോ. പല വിഷയം അങ്ങനെ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ DPR പ്രിപ്പറേഷനിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. വളരെ നേരത്തെയാണ് അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒരു 5-8 വർഷം മുമ്പാണ്. അതിൻ്റെ ചില പോരായ്മ ചിലയിടത്ത് വന്നിട്ടുണ്ട്. വീഴ്ചയുണ്ടായില്ലേ? അല്ല, DPR പ്രിപ്പറേഷനിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ അതിപ്പോൾ പറഞ്ഞ് തർക്കിച്ച് റോഡ് പണി തടസ്സപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. അത് പരിഹരിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ഏതായാലും സംസ്ഥാന സർക്കാർ പറയുന്നത് ജനുവരിയോടുകൂടി NH-66 സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ്. അതായത് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കി പൂർത്തിയാകാത്ത ഭാഗം സ്ട്രെച്ചുകൾ അതിവേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കും എന്നുകൂടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത്. ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.